അപ്പൊ നമ്മളിന്ന് സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞ പടം കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾക്ക് ഈ പടം കാണാൻ തോന്നിയതല്ല, പക്ഷെ പടം ഒരു മിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ അൺപ്രെഡിക്റ്റബിൾ ആണ്, പക്ക അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. എല്ലാം അടുത്ത സീൻ എന്താ സംഭവിക്കുക കാണാൻ ശ്രമിക്കുക. ഒരു സീന് ആ പടം സ്റ്റാർട്ട് ചെയ്തിട്ട് ആ എൻഡ് വരെയും അടുത്തത് എന്താ സംഭവിക്കുക, എന്താ സീറ്റ് അടിച്ച് ത്രില്ലർ MCG പക്ക 100% ഇതൊരു ഡയറക്ടേഴ്സ് മൂവിയാണ്. എല്ലാരും ശ്രമിക്കുക. പിന്നെ ഇതിന്റെ മ്യൂസിക് ആയാലും സ്ക്രീൻ പ്ലേ ആയാലും മെയിൻ കിങ് ആയ സ്ക്രിപ്റ്റ് ആയാലും അല്ലേ, ഡയറക്ഷൻ, മേക്കിങ് എല്ലാം ഒന്നിനൊന്ന് മെച്ചായിട്ട് ഇങ്ങോട്ട് ബാലൻസ് ചെയ്തിട്ട് വരുന്നു പടം. പിന്നെ ബേസില് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മെഷീൻ ആയിക്കണം, ഹിറ്റ് അടിക്കണ മെഷീൻ പോലെ ആയിക്കണം. തുടർന്ന സാധനങ്ങളൊക്കെ പൊന്നാ പറഞ്ഞ എല്ലാം പ്രാവിൻ കൂടി നെസ്രിയ ഞങ്ങള് വിചാരിച്ചു ഓവറാക്കി ചാളാക്കുന്ന വിചാരിച്ചില്ലേ. ഞങ്ങൾ ഇരുന്ന് ട്രോളായിരുന്നു നെസ്രിയ, പക്ഷെ നെസ്രിയ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബശ്രീ അമ്മായി ചെക്ക നല്ല പേടി പേടിച്ചിട്ടുണ്ട് ഗൈസ്. ഒരു സീൻ കണ്ടിട്ട് പറഞ്ഞ സ്പോയിലാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയണില്ല. പിന്നെ കാസ്റ്റിംഗ് അല്ലേ, ഇത് പക്ക തിയേറ്റർ ശരിക്കും ദൃശ്യം ഇറക്കി അതേ സ്ട്രാറ്റജിയിലാണ് ഇവർ ഇറക്കിയിട്ടുണ്ടോ. ട്രെയിലറും പോസ്റ്ററും നമുക്കൊരു ഹിന്റും തരുന്നില്ല, ഇന്നത്തെ ഒരു പടാണെന്നുള്ളത്. ഇവരുടെ നമ്മൾ ഇന്റർവ്യൂസ് കുറെ കണ്ടതാ, ഇന്റർവ്യൂല് അവരൊരു ഹിന്റ് തരുന്നില്ല, കോമഡിയാക്കി വിട്ടു. അപ്പൊ ഞങ്ങൾ വിചാരിച്ച അങ്ങനത്തെ ഒരു പടമായിരിക്കാം. പിന്നെ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങള് പിന്നെ സെക്കൻഡ് ഷോ ഒക്കെ പോക്കുള്ളൂ, ഫസ്റ്റ് ഷോ ഒക്കെ ഞങ്ങള് പോക്കില്ല. പിന്നെ പടം അങ്ങോട്ട് കണ്ടപ്പോ ഞങ്ങൾക്ക് അങ്ങോട്ട് ഇരുന്ന് ത്രില്ലടിച്ചു പോയി. ഹൗസ്ഫുൾ ആയിരുന്നു. അതെ അതെ, ഇപ്പൊ പറയാന്ന് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് ആയാം കാതലനെ കണ്ടിട്ട് ഒരു മുഷിപ്പിന് ഇരിക്കായിരുന്നു. ഇത് കണ്ടപ്പോ ഞങ്ങൾക്ക് കണ്ട് തൃപ്തിയായി. ഇനി കുറച്ച് പടങ്ങൾ ഇറങ്ങാതിരിക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ ഗൈസ്, ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളൂ.